ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ബ്രെഡ് കൊണ്ടാണ് ഞാൻ ഇന്ന് പായസം തയ്യാറാക്കുന്നത്. ഇതിലേക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള പായസം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 അച്ച് ശർക്കരയാണ് കേട്ടോ. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ശർക്കരപ്പാനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഞാൻ ഈ പാനിലേക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 ബ്രെഡാണ് കേട്ടോ. ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ ബ്രെഡ് മുഴുവനായിട്ടും കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബ്രെഡൊക്കെ നല്ലപോലെ ശർക്കര പാനിയിൽ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പാലാണ് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ബ്രെഡൊക്കെ നല്ലപോലെ ഉടഞ്ഞു വരണം കേട്ടോ. ഇത് നല്ലപോലെ തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ബ്രെഡൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പായസത്തിൻ്റെ തിക്നെസ്സൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ലൂസായിട്ട് വേണ്ടവരാണെങ്കിൽ അതിനനുസരിച്ച് ലൂസാക്കി കൊടുക്കുക, അല്ല തിക്കായിട്ടാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കാഷ്യൂ റൈസിൻസൊക്കെ നമുക്ക് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാഷ്യൂ ഏകദേശം ഫ്രൈ ആയി വരുമ്പം ഇതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 3 ചേരുവ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ.